പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ജൂൺ 9 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോയെ, ഈ ആഴ്ചയിലെ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, മുട്ടിന് താഴേക്ക്, കാൽമുട്ടിന് താഴേക്ക്, തുടയിലേക്ക് നീര് പൊങ്ങി കിടക്കണ കണ്ട് കർത്താവ്യത്തെ സ്പർശിക്കും. ജോലി സംബന്ധമായ യാത്ര ചെയ്യുന്നവർ യാത്ര മുടങ്ങിപ്പോരുണ്ട്. ഈശോയെ, കാലുകൾ ഉദച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈശോ, നിന്റെ തിരുമുറുമ്പാണെന്ന് വലതുകരം ആണിപ്പടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കും. ഈ പോകുന്ന ഇടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടാകുന്ന നല്ല ചില കർത്താവേ,
നിൻ്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിൽ വിടുതൽ ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുവാമേ. ഇവിടെ ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുക്കുന്നത്, സെമിനാറിന് ക്ലാസ് എടുക്കുന്നത് 1984 അന്ന് അച്ഛനായിട്ടില്ല, ബ്രദറാണ്. അപ്പോൾ എൻ്റെ ഇടവകയിൽ വികാരി ഫാദർ രാജൻ മേനംകാട്ടെന്നും പറഞ്ഞൊരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ ഈ ലിറ്റിൽ വേ അസോസിയേഷൻ്റെ സംഘടനയുടെ ഡയസിഷൻ ഡയറക്ടറാണ്. അപ്പോൾ ലിറ്റിൽ വേ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കൊച്ചുറേസ്യയുടെ കുറുക്ക് വഴികൾ, ചെറിയ വഴികളിലൂടെ സുവിശേഷ കൈമാറ്റവും ക്രിസ്തുവിനെ കൊടുക്കുക, അങ്ങനെയുള്ള സുവിശേഷയുടെ ആത്മീയതയിൽ അധിഷ്ഠാനപ്പെട്ടവരാണ് ആരാണ് ലിറ്റിൽ വേ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ മാസം മാസം ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും. ഒരു ദിവസം ഞാൻ സെമിനാരിൽ നിന്ന് വന്നപ്പോൾ ഈ രാജനച്ഛനോട് പറഞ്ഞ്, എടാ ജോസ്പേ ഒരു സെമിനാർ നോക്കണം എന്ന് ചോദിക്കും. പുള്ളി ഭയങ്കര സ്നേഹത്തോടെ ഭയങ്കര സ്പീഡോടെ പറയുന്ന കൊച്ചു സ്റ്റൈൽ വർത്തമാനക്കാരനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സെമിനാരിൽ പഠിക്കണ കാലമല്ലേ, അപ്പോൾ ഈ യൂത്തിനോട് എന്നാ പറയാനാ. അപ്പം അന്ന് ഒരു വാർത്ത വന്ന് 84 പത്രത്തിൽ മണിപ്പൂർ മുഖ്യൻ വെടിയേറ്റ് മരിച്ചു. അപ്പോൾ അക്കാലങ്ങളിലും ഇക്കാലങ്ങളിലും മണിപ്പൂർ എപ്പോഴും ആൾക്കാർ തമ്മിൽ വെടി വെക്കുന്ന സ്ഥലമാണ്. ഈ മണിപ്പൂർ ഇപ്പം തുടങ്ങിയൊന്നുമല്ലേ, എത്രയോ വർഷമായിട്ടാണ് ആ സംഭവം ഈ ഓരോരോ ഗോത്രക്കാർ തമ്മിൽ വെടിവെക്കണത്. ആരും പരിക്കാൻ അനുവദിക്കത്തില്ല. അപ്പം ഞാൻ ആ പത്രം നോക്കിയപ്പോൾ ആ പത്രത്തിൻ്റെ ആ ഒരു പേജിൽ തന്നെ 2-3 കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും ഒക്കെ ഉണ്ടായി. ഇന്നത്തെ പോലെ വലിയ ബോംബൊന്നുമില്ല അന്ന്. മനുഷ്യ ബോംബും അങ്ങനെയുള്ള കാര്യങ്ങളില്ല. 84 ചെറുകിട പരിപാടികളൊക്കെയാണ് ഉള്ളത്. വെട്ടും കുത്തും. പക്ഷേ പത്രക്കാർ കൊണ്ടുവന്ന് ഫ്രണ്ട് പേജിലൊക്കെ ഇടും. അപ്പോൾ നാട്ടിലെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു, കുറ്റവാസനയുള്ളവരുടെ എണ്ണം പെരുകുന്നു എന്നുള്ളൊരു ഇംപ്രഷൻ നമുക്ക് തോന്നും. അപ്പോൾ ഇത് ഈ പത്രത്തിന് മുഖപേജ് ഫ്രണ്ട് പേജ് അവിടെ ബോർഡെ കൊണ്ടുപോയി പറ്റിച്ച് വെക്കണം. അന്ന് ബോർഡൊക്കെ ഉള്ളു, ഇന്നത്തെ പോലെയുള്ള പ്രൊജക്ഷനും കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് എൻ്റെ മനസ്സിൽ വന്നത്, ആ കാലങ്ങളിൽ വേറൊരു മാഗസിൻ ഇറങ്ങുമായിരുന്നു. കുറേ മാഗസിൻ നിന്ന് പോയായിരുന്നേ. പണ്ട് സാംസ്കാരിക കേരളം ഇപ്പം അല്പം ശുഷ്കമാണെന്ന് വേണേൽ പറയാം. പണ്ട് കുറേ നല്ല സാംസ്കാരിക സാമൂഹിക ക്രിട്ടിക്കൽ പല മാഗസിനുകളുണ്ടായിരുന്നു. ആൾക്കാർ വായിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പം അത്തരം വായനകളെല്ലാം മാറിയതിന് ശേഷം നമ്മൾ മൊബൈലിലുള്ള ന്യൂസുകളാണ്, അത് പലതും മുക്കാലും നെഗറ്റീവ് ന്യൂസുകളാണ് ഇപ്പോൾ ഉള്ളത്. നെഗറ്റീവ് ന്യൂസുകൾ നമ്മുടെ ഒരു ന്യൂസ് ആൾക്കാർ വായിക്കണമെങ്കിൽ അത് കുറഞ്ഞ പക്ഷേ 60% നെഗറ്റീവായാൽ മാത്രമേ ആൾക്കാർക്ക് വായിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നത്തുള്ളൂ. അങ്ങനെ രീതിയിലേക്ക് നമ്മുടെ മനസ്സല്പം രോഗം പിടിക്കുകയോ രോഗം പിടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. അപ്പം ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണത്. അപ്പോൾ അന്ന് സൈക്കോളജി എന്നും പറഞ്ഞൊരു മാസിക ഉണ്ടായിരുന്നു, മനഃശാസ്ത്രം. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലമായ കാരണം ഈ മനഃശാസ്ത്രം മാസികയെല്ലാം തേടിപ്പിടിച്ച് വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ആർട്ടിക്കിൾ എന്നെ ഈ മണിപ്പൂർ മുഖ്യം വെടിയേറ്റ് മരിച്ച ആ ന്യൂസ് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഒരു കുറ്റവാളികൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മൾ ഈ മനഃശാസ്ത്ര മാസിക എന്ന് വന്ന ലേഖനമാണ്. അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട വിഷയത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആശയം ഇതാണ്. എന്താണ്?
ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല. സാഹചര്യം അവരെ കുറ്റവാളികളാക്കുകയാണ്. സമൂഹമാണ് ഉത്തരവാദി. അന്നത്തെ നാടകങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലും സിനിമ കണ്ടാലും ഈ തീം വളരെ ശക്തമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആണ് ഈ മാസികകളും ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. അതായത് ആരും കുറ്റവാളികളായിട്ട് ജനിക്കുന്നില്ല, മനുഷ്യൻ സാഹചര്യം അവരെ കുറ്റവാളികളാക്കുകയാണ്, അല്ലെങ്കിൽ കുറ്റവാളികൾ ആക്കപ്പെടുകയാണ് ചെയ്യണമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് വിത്ത് നറേഷൻ നന്നായി ഓടിക്കൊണ്ടിരുന്ന കാലമാണത്. അപ്പോൾ ഞാനും അതിനോടാണ് ചായ്വുണ്ടായിരുന്നത്. കാര്യം ഈ കുറ്റവാളികൾ ആയിട്ട് എല്ലാവരും അമ്മയുടെ ഉദരത്തിൽ നിന്ന് നിഷ്കളങ്കരായിട്ടാണ് ജനിക്കുന്നത്. അപ്പം അതിനൊക്കെ കുറേ സൈക്കോളജിസ്റ്റിൻ്റെ കോട്ടിങ്സൊക്കെ ഉണ്ടാവും. അതൊക്കെ പറയും നമ്മൾ അതിലേക്ക് നയിക്കണം. എന്നിട്ട് അതാണ് ക്ലാസ്. അപ്പോഴേ ആ ഒരു സ്റ്റാറ്റസിൽ തന്നെയാണ് കുറേ നാളുകൾ ജീവിച്ചത്. കാരണം കുറ്റവാളികളായിട്ട് ആരും ജനിക്കണില്ല, സാഹചര്യവും സമൂഹവും അവരെ കുറ്റവാളികളാക്കുകയാണ്, ആ കുറ്റവാളികളുടെ ഉത്തരവാദിത്തം സമൂഹത്തിൻ്റെതാണ് എന്ന് ഒക്കെ ഉള്ള ഒരു നിരീക്ഷണവും നരേഷനും. പക്ഷേ ഞാൻ ഒരു കാലത്ത് ഈ വേദപുസ്തകം എന്നെ വല്ലാത്ത രീതിയിൽ ഒരു യൂട്ടേൺ എടുപ്പിച്ചു ഈ വിഷയത്തിൽ. വേദപുസ്തകത്തിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് സാഹചര്യം ആണ് കുറ്റവാളികളെ സൃഷ്ടിക്കുന്നതെന്ന് പറയുന്ന മനുഷ്യൻ്റെ സാമൂഹികമായിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ അപ്പുറത്ത് അതിന് ആ ഒഴുക്കിനെതിരെ നീന്തണതാണ് വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത. വേദപുസ്തകം പറയണത് സാഹചര്യം എന്ന് പറയണത് പോലും നമ്മൾ സൃഷ്ടിക്കുന്നതാണെന്നാണ് പറയണത്. സാഹചര്യം മനുഷ്യനെ സൃഷ്ടിക്കുകയല്ല, മനുഷ്യൻ സാഹചര്യത്തെ സൃഷ്ടിക്കുകയാണ്. അത് വല്ലാത്ത ഒരു വെളിപാടാണ്. ഈ പൗലോസിൻ്റെ നിരീക്ഷണമാണത്. സാഹചര്യം മനുഷ്യനെ സൃഷ്ടിക്കുകയല്ല, മനുഷ്യൻ സാഹചര്യത്തെ സൃഷ്ടിക്കുകയാണ്. കാരണം ദൈവം നിറയുന്നൊരു മനുഷ്യൻ, ദൈവം എടുത്ത് ഉപയോഗിക്കുന്നൊരു മനുഷ്യൻ, ദൈവത്തിൻ്റെ ഒരു ടൂളായ മനുഷ്യൻ, അവൻ ദൈവസ്നേഹത്താൽ സാഹചര്യങ്ങളെ സൃഷ്ടിക്കും, അല്ല സൃഷ്ടിക്കണം എന്ന കാഴ്ചപ്പാടാണ് പൗലോസിൻ്റെ വേർപാട് ഈ ഫെയർവെൽ സ്പീച്ചിലുള്ളത്. അത് പൗലോസിൻ്റെ ഫെയർവെൽ സ്പീച്ച് മനോഹരമാണ്. അപ്പം നമുക്ക് ഇന്നും നാളെയൊക്കെ നമ്മൾ പൗലോസിൻ്റെ ഫെയർവെൽ സ്പീച്ചിൻ്റെ ഇടിവെട്ട് സന്ദേശങ്ങളെയാണ് എടുക്കുന്നത്. 2 തിമോത്തി 4:6 ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എന്റെ വേർപാടിന്റെ സമയം സമാഗതമായി. ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. ഇതിൻ്റെ അകത്ത് വരുന്നതിൻ്റെ 2 തിമോത്തി 4:2 വായിച്ചേ. വചനം പ്രസംഗിക്കുക. അതാണ് തിമോത്തി കൊടുക്കുന്ന ഫെയർവെൽ ഓപ്ഷനാണ്. അദ്ദേഹം പിരിഞ്ഞു പോവുകയാണ്. പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് ഈ തിമോത്തിയസിൻ്റെ പ്രത്യേകം പൗലോസ് ഒരു സൂര്യനായിരുന്നു, അദ്ദേഹം ഒരു ചന്ദ്രനായിരുന്നു. പൗലോസിൻ്റെ വചനങ്ങൾ കേട്ടും പൗലോസിനെ സഹായിച്ചും പൗലോസ് പറയണത് പഠിപ്പിച്ചും ഒക്കെ തിമോത്തി ജീവിക്കുകയായിരുന്നു. ബിഷപ്പായിരുന്നു അദ്ദേഹം. പക്ഷേ സൂര്യനും ചന്ദ്രനും പോലെയുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ സൂര്യൻ മറയാൻ നേരത്തെ ചന്ദ്രനോട് പറയുന്ന വർത്തമാനമാണ്, ഞാൻ മറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് നീ പ്രകാശിക്കാതിരിക്കരുത്. ഇത് മനോഹരമാണെന്നറിയാമോ? ഞാൻ മറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് പൗലോസ് എന്ന സൂര്യൻ മറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് തിമോത്തി എന്ന ചന്ദ്രൻ പ്രകാശിക്കാതിരിക്കരുത്. നീ കർത്താവിൽ നിന്ന് നേരിട്ട് പ്രകാശം സ്വീകരിച്ച് മറ്റൊരു സൂര്യനാകുന്നൊരു സമയമാണിത്. ഫെയർവെല്ലിൽ പറയണതാണത്. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കണം. പക്ഷേ ഈ വചനം പ്രഘോഷിക്കാൻ സാഹചര്യം അനുകൂലമാക്കാൻ വേണ്ടി കാത്തിരിക്കരുത്. അതാണ് വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യം അനുകൂലമാകാൻ വേണ്ടി കാത്തിരുന്നവരാരും സുവിശേഷം പ്രസംഗമായി മാറിയിട്ടില്ല. കർത്താവ് പറഞ്ഞ സാഹചര്യവും സുവിശേഷവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്നാണ്. നമ്മളതായിട്ടുള്ള ഒരു വിവേകം കാണിക്കണം.
പക്ഷെ വിവേകം കൊണ്ട് സുവിശേഷം വിലങ്ങ് വെക്കപ്പെടാത്ത സുവിശേഷത്തിന് നിൻ്റെ വിവേകത്തിൻ്റെ വിലങ്ങ് വെക്കരുത്. അതാണ് വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിൻ്റെ സേഫ് നോക്കിയിട്ട് നീ വചനം ഈ കാലത്ത് പ്രഘോഷിച്ചു കഴിഞ്ഞാൽ നീ ആക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ പലതരത്തിലുള്ള വിഷയത്തിൽ ചെന്ന് ചാടുകയോ ചെയ്യുമെന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് സുവിശേഷ പ്രഘോഷത്തിന് പറ്റിയ കാലമല്ല ഇത് എന്ന് ചിന്തിച്ച് സുവിശേഷം കൈമാറാതെ മരിച്ചു പോയവരുടെ കോടികൾ അവരുടെ ശവക്കല്ലറ കയറുന്നതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ആധ്യാത്മിക ശൈത്യത്തിൻ്റെ ഒരു സമീപനമാണ്. എന്താണ് ഇത്? സുവിശേഷം കൈമാറാൻ പറ്റിയ കാലമല്ലെന്ന്. പക്ഷേ ആരാണ് അത്? അതിൻ്റെ സാഹചര്യം ഇല്ലെന്നാണ് പറയണത്. പക്ഷെ സാഹചര്യം ആരാ സൃഷ്ടിക്കണത്? നീ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ അഭിഷിക്തനാണ്. അവൻ്റെ മുമ്പിൽ സാഹചര്യങ്ങൾ താനേ വരും. സമയത്തും അസമയത്തും, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. ഇപ്പം സാഹചര്യമല്ല സുവിശേഷത്തെ കൈമാറുന്നത്, മറിച്ച് സുവിശേഷം കൈമാറുന്നതിന് സുവിശേഷം തന്നെയാണ് സാഹചര്യം ഉണ്ടാക്കുന്നത്. അത് കടുത്ത ദൈവസ്നേഹത്തിലാണ്. കാര്യം പൗലോസ് പിരിഞ്ഞു പോകുമ്പോഴും ചിലരൊക്കെ പറയുവേ, ആദിമസഭയിലൊക്കെ അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു, ഇപ്പോഴെന്നും പറഞ്ഞ് അതൊക്കെ നടക്കുക. അതാണ് സംഭവം. അവർ പാതെറുക്കുകയാണ്. ശരിക്കും അവർ തീർത്തിട്ട് അതിൻ്റെ അകത്ത് ചുരുണ്ടുകൂടി കിടന്ന് സുഖസുക്ഷുപ്തിയിലങ്ങ് മരിച്ചു പോകും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾ തന്നെ, അത് തന്നെയല്ല ഈ വൈ ഷുഡ് വി പ്രൊമോട്ട് ജീസസ് എന്ന് പോലും ചോദിക്കുന്ന ഭയങ്കര സാധാന്യമായിട്ടുള്ള ശക്തി അവശേഷിച്ചിട്ടുള്ള ചിന്തകന്മാർ വരെ സഭയുടെ ഉള്ളിലുണ്ട്. വൈ ഷുഡ് വി പ്രൊമോട്ട്? അതായത് അവർ ചിലർ ഏകരക്ഷകൻ എന്നുള്ള കോൺസെപ്റ്റ് വരെ ആക്രമിക്കും. അങ്ങനെ നമുക്ക് പറയേണ്ട കാര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്തിനാണ്? ഇവർക്ക് എല്ലാവരുടെയും തോളെ കൈയിടണം, കോംപ്രമൈസ് ചെയ്യണം, ഒത്തുതീർപ്പുണ്ടാക്കണം. ആ ഒത്തുതീർപ്പിലൂടെ ജീസസിനെ ഇവർ സൈഡ് ചെയ്യും. ഇന്ന് കാണാതിരിക്കണം, നോക്കിയാൽ മതി. ഒത്തുതീർപ്പിലൂടെ ജീസസിനെ അവർ സൈഡ് ചെയ്യുകയും അവർ മിഷണറി ആകുന്നവർ ആക്ടിവിസ്റ്റുകളായി മാറുകയും ചെയ്യുന്നു. ആ ഒരു അപകടമാണിത്. ആ ഒരു സമയത്താണ് പൗലോസിൻ്റെ ഈ തിമോത്തിയുടെ ലേഖനങ്ങൾ. ഉടമ്പടിയിൽ അനേകം മക്കൾ സുവിശേഷ വേലക്കാരാണ്. ശരിക്കും അവരൊക്കെ ഇത് പൗലോസിൻ്റെ ഈ വചനങ്ങൾ കേൾക്കണം. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗ്രതയോടെ വർത്തിക്കുക. സാഹചര്യം അനുകൂലമാണെങ്കിൽ അല്ലെങ്കിലും പിന്നെന്താണ്? മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും. അതായത് വചനത്തിന്റെ വഴികളിലല്ല അവരെങ്കിലേ അവരെ ശാസിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. അപ്പം അതാണ് വിഷയം. അപ്പം എന്ന് വെച്ചാൽ ചിലപ്പോഴും നമ്മളെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ വിഷയത്തിൽ അഡമൻ്റ് എന്നല്ല, സത്യസന്ധരാണ്. അഡമൻസി എന്ന് പറയേണ്ട കാര്യമില്ല, പിടിവാശി അങ്ങനെയൊന്നുമല്ല. മറിച്ച് സുവിശേഷത്തിൻ്റെ സത്യമാണ്. അത് കൈമാറുമ്പോൾ നമുക്കൊരു സത്യം ഉണ്ടാകണം. ആ സത്യം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും സുവിശേഷ കൈമാറ്റം. ദാറ്റ് ഈസ് വാട്ട് ഐ മെന്റ്. താങ്ക് യു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.